മോളെ ഒരു ചൂട് കട്ടാപ്പി തരൂ. ഈ കെട്ടൊന്ന് പറയാ. എടാ നീ എന്തറിഞ്ഞിട്ടാടാ ഇവിടെ ചടഞ്ഞുകൂടിയിരിക്കുന്നേ? ആ മാർട്ടി സലോമി വരാത്ത എന്താന്ന് നിനക്കറിയോ? അറിയടാ കുഞ്ഞമ്മയ്ക്ക് സംഭവിച്ച എന്താന്ന് നിനക്കറിയോ? ആ എടാ നിന്റെ ചുറ്റും നടക്കുന്ന എന്താന്ന് അറിയണമെങ്കിൽ ഇനി വേറെ ആരെങ്കിലും വന്ന് പറയണോ? ഇങ്ങോട്ടാ നിന്റെ ഇങ്ങോട്ടാ. എല്ലായിടത്തും എന്റെ കണ്ണെത്തണോന്ന് വെച്ചാൽ ഇന്നലെ കമ്പനിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഇറങ്ങണമെന്ന് പറഞ്ഞു. കോടതിയിൽ നിന്ന് ആ കടലാസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ പോവാനാണ്. അപ്പം നിങ്ങൾ പിള്ളേർ കമ്പനിക്കാരുമായി സംസാരിച്ച് എല്ലാം ശരിയാക്കിയെന്നല്ലേ പറഞ്ഞത്? എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ എന്താ സംഭവിച്ചെന്നറിയില്ല. ആ കുഞ്ഞമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. 2 പ്രാവശ്യം അറ്റാക്ക് വന്നതാണ്. 10-30 കൊല്ലമായി കെട്ടിയനെ കാത്തിരിക്കണത്. ഈ കോളനിയിലെ വീടല്ലാതെ അവർക്കൊന്നുമില്ല. അല്ല, എല്ലാവരുടെയും സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാണ്. ആശാനും ലൂക്കയും ഹോസ്പിറ്റലിലേക്ക് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അധികാരം ഉണ്ടാക്കിയ വീടാ. അങ്ങനെ വരുമ്പോ ഞാനിവിടെ വേണ്ടേ? ഞാനങ്ങ് പോവില്ല. കോർട്ട് ഓർഡർ പ്രകാരം നാളെ കോളനി ഒഴിപ്പിക്കും. അവിടെ നിന്ന് എല്ലാവരും പോകാനായിട്ട് തയ്യാറായതാണ്. അപ്പോഴാ കുഞ്ഞമ്മ എടുത്ത് കിണറ്റി ചാടിയത്. சத்தம் கேட்டுச்சு. കിണറ്റുകിടെ പോയി പാത്താ കിണറ്റുക്കുള്ള വിഴുന്നിരുന്നായ സെത്ത് പോയപ്പോ അങ്ങനെ നനച്ച. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അങ്ങെടുത്ത് ചാടി. ഭാഗ്യത്തിന് മുടി കൈ കിട്ടി, പൊക്കി അങ്ങ് കയറ്റി. ഇങ്ങോട്ട് മാറി കൊടുക്കണ്ടില്ല. ലൂക്ക ഒന്നിങ്ങ് വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം പോയി ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നിൻ്റെ ഫ്രണ്ട്സിനോട് പറയാം, അവർ പോയി ചെയ്യട്ടെ. നീ ഓൾറെഡി നല്ല ഡിസ്റ്റർബ്ഡാ. പ്ലീസ് നമുക്ക് വീട്ടിൽ പോകാൻ ലൂക്ക. എനിക്കൊരു കുഴപ്പമില്ല, ഐ എം ഓക്കെ. നീ എന്തിനാ പേടിക്കുന്നേ? എനിക്ക് പേടി നിൻ്റെ അവസ്ഥയാണ് ലൂക്ക. നിൻ്റെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും ആർട്ടിസ്റ്റിക് ഇൻസ്റ്റിങ്സും ഒക്കെ എനിക്ക് മനസ്സിലാവും. ചില കാര്യങ്ങൾ അത് കാണാനും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ശക്തി നിൻ്റെ മനസ്സിലില്ലാന്ന് നീ അത് അക്സെപ്റ്റ് ചെയ്യണം ലൂക്ക. ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കയറി ഒളിച്ചിരിക്കണോ? നീ എന്ന് പറഞ്ഞ പോലെ കുറേ മനുഷ്യർക്ക് മനസ്സിലാവാത്ത പെയിന്റിംഗ് ഒക്കെ വരച്ചത് ഇവിടുത്തെ അപ്പർ ക്ലാസ്സിൽ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം പൊന്നുമലക്ക് വിറ്റ് ആ കാശ് കൊണ്ട് ഇവിടെ എല്ലാ ലക്ഷറിയുള്ള കിങ്സ് ലൈഫ് ലൈഫ് ഞാൻ ജീവിക്കുന്നതാണ് നീ വിചാരിച്ച്? അങ്ങനെയാണ് നീ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് നിന്നെ കുറച്ച് അധികം മനസ്സിലായതുകൊണ്ടല്ല ലൂക്ക. നിനക്ക് ഇനിയും നിന്നെ മറന്നിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നീ ഇതൊക്കെ ചെയ്ത് അവസാനം എങ്ങനെ എൻഡപ്പ് ചെയ്യാൻ പോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് എനിക്ക് നിന്നോട് സൂചിച്ച് ജീവിക്കാനുള്ള കൊതി കാരണമൊന്നുമല്ല. അത് നിനക്ക് വേണ്ടിയാ, നീ സഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാ. എൻ്റെ കയ്യിലുള്ള ആർട്ടിനെ ഈ പവറൊക്കെ ഉള്ളു ലൂക്ക, അത് നിനക്കില്ല. നീ അത് മനസ്സിലാക്കിയേ പറ്റൂ. യു ആർ നോട്ട് എ ഗോഡ് ഡാം സൂപ്പർ ഹീറോ. I know. എൻ്റെ 10ാമത്തെ വയസ്സ് മുതൽ എന്നെ കൈപിടിച്ച് നടത്താൻ തുടങ്ങിയ ശിവനാശൻ. പിന്നെയും ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എനിക്ക് കൂട്ടുവന്ന സലോമി ചേച്ചിയും മാട്ടും ചേട്ടനൊക്കെ. കുഞ്ഞമ്മയുടെ കാര്യം നീയും കണ്ടല്ലേ? ഇവരൊക്കെ ചേരുന്നതാണ് എൻ്റെ ലൈഫ്. ഇവരെയൊക്കെ മറന്ന് ഇതൊന്നും കണ്ടില്ല എന്നടിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് അങ്ങനെ സെൽഫിഷ് ആവാൻ പറ്റില്ല. ഞാൻ എനിക്ക് തോന്നുന്നു നീ പോയി ചെയ്യും, കാരണം ഇതൊക്കെ നിന്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. പക്ഷെ എനിക്ക് നീ എൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ലൂക്ക. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും. ഞാനിത് എക്സ്റ്റെൻഡ് വരെയും പോകും. ഇതിലേക്കൊന്നും ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. നീ എന്തിലേക്കാണോ പോകുന്നത് ഞാനും കൂടെ വരും. എനിക്കറിയാം ഈ ഒരു രാത്രിയുള്ളൂ ഈ കോളനിക്കാർക്ക്. അവർക്ക് വേണ്ടി നമ്മളെന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കും ഈ ഒരു രാത്രിയുള്ളൂ. എന്താ ആരാ നിങ്ങളൊക്കെ?
ചേട്ടാ വന്നേ ഒന്നുവാ പറയട്ടെ. ലൂക്ക പിന്നാലെ വരുന്നു. ലൂക്ക ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതിനൊന്നും വരണ്ടെന്ന്. പതുക്കെ പതുക്കെ ലൂക്ക മുന്നേ പ്ലീസ് നോക്കി ഓടിക്കേ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്താ പറയുന്നേ? നീ വണ്ടി ലൂക്ക എടോ കണ്ണു നോക്ക്. ലൂക്ക എടോ ലൂക്ക റിസൾട്ട് എൻ്റെ റൂമിലേക്ക് എത്തിച്ചു. ആള് കോൺഷ്യസ് ആണ്, പേടിക്കാനൊന്നുമില്ല, മൈനർ ഇഞ്ചറീസേ ഉള്ളൂ. എന്താ ആക്ച്വലി ഉണ്ടായത്? ലൂക്ക പെട്ടെന്നൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞപ്പോഴത്തേക്കാണ്. ഞാൻ എന്തായാലും സെഡേഷന് പറഞ്ഞിട്ടുണ്ട്, ആളൊന്നും ഉറങ്ങട്ടെ. ലൂക്ക ആക്ച്വലി നെക്രോഫോബിക് ആണ്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാറുണ്ട്. ഏതായാലും ഇന്ന് രാത്രി ഇവിടെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ. എന്തായാലും ഒരു സ്കാൻ എടുക്കുന്നുണ്ട്. എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി നാളെ തീരുമാനിക്കാം. ഓക്കെ. ഈ സംഭവം ന്യൂസൊക്കെ ആയെന്ന് തോന്നുന്നല്ലേ? ചാനലിൽ സ്ക്രോൾ കണ്ടു. അവന്മാരാരെങ്കിലും വിളിച്ചു നോക്കിയോ? കോളേജിലെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയായിരുന്നു. എൻ്റെ ഫോണൊക്കെ ഇന്നലെ സ്വിച്ച് ഓഫ്. എവിടെ ഇറങ്ങിയിട്ട് വിളിക്കാം. അകത്തെ കിടപ്പ് ഭയങ്കര ശോകമാണ്. ഒടുക്കത്തെ തണുപ്പും ഈ കീക്കി ശബ്ദവും എൻ്റെ തലയൊക്കെ പെരുത്ത് വരുന്നുണ്ടായിരുന്നു. ഇവിടെ അധികം നേരം ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. നീ സെറ്റിലായി ഒട്ടനെ തിരിച്ച് താഴേക്ക് ചെല്ലാം എന്നുള്ള ഉറപ്പില്ലെന്ന് വംശന. നമുക്ക് ആരോടും പറയാതെ മുങ്ങിയാലോ? എന്തിനു? ഉച്ച വരെയുള്ള കാര്യമല്ലേ, നമുക്കത് കഴിഞ്ഞിട്ട് പോവാം.